സൂപ്പർ ലീഗ് കേരള കലാശപ്പോരിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇത്തവണ ഞെട്ടിച്ച ടീമുകളിലൊന്ന് കണ്ണൂരാണ്. എനിക്കപ്പം കണ്ണൂരിന്റെ ഉടമകളുടെ സ്ക്വാഡ്, കണ്ണൂർ സ്ക്വാഡ് ചേരുകയാണ്. ഞാൻ ആസിഫ് അലിയിൽ നിന്ന് തുടങ്ങുകയാണ്. കണ്ണൂർക്കാരൻ എന്ന് പറയുന്നതിൽ അഭിമാനമാണ് ശരിക്കില്ല. നമ്മൾ കഴിഞ്ഞ സീസണിൽ കാലിക്കറ്റ് സംസാരിച്ചപ്പോഴും എന്തുകൊണ്ട് ഞാൻ കണ്ണൂരായി എന്നുള്ള വളരെ വൈകാരികമായിട്ടുണ്ട്. ഞാൻ കണ്ണൂരിന്റെ പുയ്യാപ്പിളയാണ്. അതെ, ഇവിടെ കണ്ടില്ലേ ഈ സ്നേഹം മുഴുവൻ ഇത് ടീമിനുള്ള സപ്പോർട്ടിനേക്കാളും എനിക്ക് തോന്നുന്നത് കണ്ണൂരുകാരൻ എന്നുള്ള രീതിയിൽ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹവും കൂടെ ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഈ കണ്ണൂർ വാരിയേഴ്സിന്റെ ഭാഗമാകാൻ പറ്റിയത് ശരിക്കും എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കഴിഞ്ഞ തവണ കോഴിക്കോട് ഈ കഴിഞ്ഞ സെമിയിൽ കണ്ടപ്പോൾ നമ്മളൊന്ന് ചോദിച്ചത് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. മലപ്പുറം വന്നില്ല, പക്ഷെ നമ്മുടെ സ്കോർ പ്രൊഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. 1-0 എന്ന് പറഞ്ഞ് അത് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഹോം ഗ്രൗണ്ടിലാണ് എനിക്ക് തോന്നുന്നു ഒരു ഫൈനൽ, നമ്മുടെ ടീം ഫൈനലിൽ കയറുമ്പോൾ അതിന് ഹോം ഗ്രൗണ്ടിൽ കളി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പൊ അത് മാക്സിമം മുതലാക്കുക. ഈ എനർജി നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ, മലബാറിന്റെ ഒരു ഫുട്ബോൾ ഫീവർ എന്താണെന്നും എനർജി എന്താണെന്നും അത് ഇന്ന് എന്താണെന്ന് ഇന്ത്യ മുഴുവൻ കാണണം. അതാണ് 15 വർഷങ്ങൾക്ക് ശേഷം വിശ്വസിക്കാൻ പറ്റും. ഇത് SLK തുടങ്ങിയിട്ട് സെക്കൻഡ് സീസൺ ആയിട്ടുള്ളൂ എന്നുള്ളത്, ഈ ഫാൻ ഫോളോയിങ്, ഈ ഗെയിം ഫീവർ, ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതൊരു സെക്കൻഡ് സീസണായ ലീഗിന്റെ ഫൈനൽസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് കണ്ണൂർ സിറ്റി മുഴുവൻ ട്രാഫിക്കിലാണ്. രണ്ടാം സീസണായി ഉത്തരവാദിത്തം കൂടുന്നു എന്ന് തോന്നുന്നുണ്ടോ? മൂന്നാം സീസൺ എത്തുമ്പോൾ കുറെ കാണികൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേഡിയം വേണം. അവർക്ക് വളരെ സുഖമായി കളി കാണാൻ പറ്റും. അപ്പം റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അത് ശരിയാണ്. പക്ഷെ അത് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് നമുക്കൊരു 3-4 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തെ ഒരു ടാർഗറ്റ് വെച്ച് വെച്ചിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം. അതൊരു സ്റ്റേഡിയം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് ജൂനിയർ ടീം, സബ് ജൂനിയർ ടീം, സീനിയർ ടീം, അക്കാഡമി, ഇങ്ങനെയുള്ള ഒരു ലോങ് ടേം ഒരു 10-15 കൊല്ലത്തെ ഒരു പ്രയത്നമാണ്. അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഞങ്ങൾ ആ മാപ്പ് വരച്ചു. ഈ ഇൻസ്പിറേഷൻ ഞങ്ങൾക്കും പ്രചോദനമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നത് നിർവഹിക്കാം. പക്ഷെ ഇതിന് ഈ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം. നാളെ ഇന്ന് ഈ കളി അങ്ങ് അവസാനിക്കും, രണ്ടാം സീസൺ അവസാനിക്കും. നാളെ തൊട്ട് നമുക്ക് മൂന്നാം സീസണിലുള്ള ആലോചനയാണ്. നാളെ തുടങ്ങി മൂന്നാം സീസണിൽ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞു. കാരണം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര വലിയൊരു കപ്പ് വരുന്നത്. ഈ ആദ്യത്തെ സീസൺ, രണ്ടാമത്തെ സീസണിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കണ്ണൂർ കപ്പ് തൂക്കും, അത് ഉറപ്പാണ്. അതിലുമുപരി ആദ്യത്തെ മാച്ചിന് 25,000 പേരിൽ താഴെ കളി കാണാൻ പറ്റും. ഈ പ്രാവശ്യം കംപ്ലീറ്റ്ലി ടിക്കറ്റ് സോൾഡ് ഔട്ട് ആണ്. ആൾക്കാർ ഇതിന് അത്രയും തന്നെ ജനം പുറത്തു നിന്ന് ടിക്കറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയും എക്സ്പെക്ടേഷനെ പറ്റിയും ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും എടുത്ത് പറയണം. നമ്മൾ ഫസ്റ്റ് സീസണിൽ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് ഹോം ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. സെക്കൻഡ് സീസണിൽ തന്നെ നമ്മളത് സോർട്ട് ചെയ്തു. സെക്കൻഡ് സീസണിൽ തന്നെ നമുക്കൊരു ഹോം ഗ്രൗണ്ട് കിട്ടി. അപ്പോൾ ഇനി ഈ സ്റ്റേഡിയം ഇതിനേക്കാൾ സൗകര്യമുള്ളൊരു സ്റ്റേഡിയം എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ലെന്ന്, നടക്കാൻ പാടില്ലാത്തതാണെന്ന് തോന്നുന്നില്ല. വളരെ പെട്ടെന്ന് നടക്കാൻ പോകുന്നൊരു കാര്യം. ഓക്കെ, ശരി. അസൻ കുഞ്ഞ് സാറേ പെട്ടെന്ന് ഓടി വന്നപ്പോൾ ഞാൻ കിതക്കുന്നില്ല. ഞങ്ങള് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രീ അസൻ കുഞ്ഞ് സാറോട് സംസാരിച്ചപ്പോൾ ഞാൻ നിരന്തരം വന്ന് കളിക്കാരെ കാണുന്നു, എനർജി കൊണ്ടുവന്നു. പിന്നെ എങ്ങനെ കണ്ണൂരിന്റെ ആൾക്കാർക്ക് കപ്പടിക്കാതിരിക്കാനാകും? ഇല്ല, കണ്ണൂരിന്റെ കണ്ണൂർ ജവഹർലാൽ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ട് ഇപ്പം നിറഞ്ഞിട്ടില്ല, നിറയാൻ പോകുന്നു. ഇതിൻ്റെ 3ഇരട്ടിയാണ് പുറത്തുള്ളത്. ഞാൻ ഇപ്പം എനിക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല, പോലീസുകാരുടെ സഹായത്തോടെ കയറില്ല. അത്ര ആൾക്കാരാണ് പുറത്തിരിക്കുന്നത്. ഇതുപോലത്തെ 3 ഗ്രൗണ്ടിലേക്ക് ആൾ പുറത്തുണ്ട്. ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ടിക്കറ്റ് വാങ്ങാൻ വന്ന ആൾക്കാരാണ്, ടിക്കറ്റ് ഇല്ല. അതാണ് കണ്ണൂർ. 24 hours കൊണ്ട് പകുതി ടിക്കറ്റ് വിറ്റു. അനത് 24 hours കംപ്ലീറ്റ് ടിക്കറ്റ് വിറ്റു. സ്റ്റേഡിയം എത്ര വലുതാക്കിയാലും അതിലിരിക്കാൻ ആളുകളുണ്ട്. ഒരു 3 സ്റ്റേഡിയത്തിന് വലിപ്പം ഉണ്ടായാൽ പോലും ഇത് ഇവിടെ നിറയും. കണ്ണൂരിലെ ജനങ്ങൾ ഈ ഫുട്ബോൾ കയ്യിലെടുത്തു, ഹൃദയത്തിലെടുത്തു. അവർക്ക് ഇതൊരു ജീവനായി മാറിയിരിക്കുകയാണ്. ഫുട്ബോളിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു കേരളത്തിലാണ്. SLK എന്ന് പറയുന്നത് ഇനി ഒരു വടവൃക്ഷമായി വളരാൻ പോവുകയാണ്. ആളുകൾ നിറഞ്ഞു കവിയുന്നതിനനുസരിച്ച് തന്നെ അതോറിറ്റീസിനും ടീം ഓണേഴ്സിനും ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല. പുറകിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിനെ ആയാലും ടീമിനെ ആയാലും SLK ആയാലും. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. ആളുകൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലേക്ക് ഫുട്ബോൾ വളരും. ഫുട്ബോളിനുള്ള നെറ്റ്വർക്കുകളും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും വളർന്നിരിക്കും. എന്താണ് ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫസ്റ്റ് സീസണിൽ ഹോം ഗ്രൗണ്ട് ഇല്ലാത്ത 2 ടീമാണ് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു എനർജി മാത്രം
മാത്രം മതി. ഇനിയും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് സത്യത്തിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ ഒരു ഫൈനൽ അല്ല. വി ആർ ക്യാരിങ് പ്രൈഡ് ആൻഡ് പ്രസ്റ്റീജ് ഓഫ് കണ്ണൂർ ടു ദ ഗ്രൗണ്ട്. കണ്ണൂരുകാർ ആഘോഷമാണ്. അതെ കണ്ണൂരിൻ്റെ ആഘോഷമാണ്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിലേക്ക് ഫുട്ബോൾ തിരിച്ചു വരുന്നത്. ഈ ആവശ്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാണ് കണ്ണൂർ വാരിയേഴ്സിൻ്റെ തീരുമാനം. അതിന് വേണ്ടതെല്ലാം ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാകും. കണ്ണൂരിലെ ജനങ്ങളും കൂടെ.